കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത മനസ്സിനെ വല്ലാതെ ഉലക്കുന്നതാണ്. ഒരു 2.5 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ അതിന്റെ ചെറിയച്ഛൻ അതിക്രൂരമായി പീഡിപ്പിക്കുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിട്ട് അവസാനം അതിന്റെ അമ്മ ആ കുട്ടിയെ പുഴയിൽ എറിഞ്ഞ് കൊല്ലുന്നതാണ്. എവിടേക്കാണ് ഈ ലോകത്തിന്റെ മാതൃത്വം പോകുന്നത് എന്ന് എനിക്ക് ആലോചിക്കാൻ തോന്നുകയാണ്. നമ്മുടെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യൻ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം മാനസികമായ പ്രശ്നങ്ങളാണ് ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ആ കുട്ടിയുടെ വളർച്ചയെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഇവരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അമ്മാവനാവാം, അല്ലെങ്കിൽ ഒരു അതിഥിയാവാം, വീട്ടിലെ തന്നെ ഒരാളാവാം, രക്ഷിതാവാം. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ ഒന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികളോട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ഏതാണ് ശരിയായ രീതി, ഏതാണ് ശരിയായ സംസാരം, ഏതാണ് ശരിയായ പെരുമാറ്റം, ഏതാണ് ശരിയായ തൊടലുകൾ, ടച്ചുകൾ ഏതാണെന്ന് നമ്മളെ കുട്ടികളെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പൂർണ്ണ ബോധ്യം എനിക്കുണ്ടെങ്കിൽ പോലും ഇരകൾക്ക് കൂടി മനുഷ്യാവകാശം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ഒന്നുകിൽ കൃത്യമായിട്ടുള്ള അവബോധങ്ങൾ ഇത്തരം ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നൽകുകയോ അല്ലാത്ത പക്ഷം ഇവർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് ഇവർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.